ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് കാലത്ത് നേരത്തൊക്കെ എണീറ്റിട്ടുണ്ട്. നമ്മളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അവർ തലേ ദിവസം കൊടുങ്ങല്ലൂർ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്താണ് എത്തിയത്. അപ്പോൾ അവരെത്തിയിട്ടില്ല, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ മുറ്റടിക്കാൻ കേട്ടോ, സാധാരണ അമ്മയാണ് മുറ്റടിക്കാറ്. അപ്പോൾ ഇന്ന് അമ്മ ഇല്ലാത്ത കാരണം ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങി. അപ്പോൾ രുദ്ര എണീറ്റ് വന്നിട്ട് കുറച്ച് വാശിയിലായിരുന്നു. അപ്പോൾ അവൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കി വിനിത മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കുമ്പോഴാണ് നമ്മളുടെ അമ്മയും അച്ഛനും ലാൻഡ് ചെയ്തത്. അപ്പോൾ അതാ അവർ വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ വടയും പിന്നെ ഉണക്കച്ചെമ്മീൻ. തലേ ദിവസം ഏട്ടനും കൊടുങ്ങല്ലൂർ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും കുറേ ഉണക്കമീനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറയാട്ടോ. നല്ല തിരക്കായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ നിന്ന് ഇങ്ങനെ വർത്താനം പറയാണ്. ഞാനതിൻ്റെ ഇടയിൽ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം ഏട്ടനും കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഇതുപോലെ ഉണക്കമീൻ കൊടുന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിലാണ് കേട്ടോ ആ കവറിൽ ഉറുമ്പ് വന്ന് നിറഞ്ഞത്. അപ്പോൾ ഞാൻ അമ്മോട് പറയാം, അമ്മ അത് ഇപ്പം തന്നെ ഡപ്പയിലേക്ക് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉറുമ്പ് കയറി വരും പറയണം. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തൊക്കെ കുഞ്ഞു മീനുകളും പിന്നെ ഉണക്കച്ചെമ്മീനും ആണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അമ്മ കൊണ്ടുവന്ന ഉണക്കച്ചെമ്മീനും ആ ഡപ്പയിലിടുകയാണ്, അല്ലെങ്കിൽ ഉറുമ്പ് ഇപ്പോൾ വന്ന് പൊതിയും. കാരണം ഞാനത് വെച്ച് ചായ കുടി കഴിഞ്ഞിട്ട് ഡപ്പയിലിട്ട് വെക്കാൻ വെച്ചിട്ട് ചായ കുടിച്ച് വന്നപ്പോഴേക്കും എന്ത് ഉറുമ്പ് എന്നാ പറയുക, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിൽ ഉണക്കച്ചെമ്മീൻ്റെ തോട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത്ര ഉറുമ്പായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പിന്നെ അടുപ്പത്ത് വെച്ച് ചൂടൊക്കെ ആക്കി ഉറുമ്പിനൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഡപ്പയിലിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ആ കാര്യം അമ്മോട് ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നെ അമ്മ കൂടുന്ന വടയും കട്ടൻ ചായയും കൂടി കുടിക്കായിരുന്നു. വിശക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കായിരുന്നത്. രുദ്രും ഞാനൊക്കെ വട കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചായ കുടിച്ചപ്പോൾ ഞാനും അവനും കൂടിയിട്ട് കോഴിമുട്ടയും മുട്ടക്കറിയും വെള്ളപ്പും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ദേവൂട്ടി ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ ചായ കുടിക്കാൻ. അപ്പോൾ അവളെ കുഞ്ഞിക്കൈ കാണിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ചായയൊക്കെ കുടിച്ചു. അത് പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളവിടെ അടുത്തൊരു അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ശിങ്കാരിമേള നമ്മളെ ഈ വഴി കൂടെ പോയത്. സത്യം പറഞ്ഞാൽ ഈ വഴി വരുമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കൊട്ട് കേട്ടപ്പോഴാട്ടെ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞാനും വിനിതയും പിള്ളേരൊക്കെ കൂടിയിട്ട് വേഗം ഓടി വന്ന് നമ്മൾ ഇടവഴിയുടെ അടിക്കപ്പോൾ അത് അടിപൊളിയായിട്ട് പരിപാടി നിന്ന് കണ്ടു കേട്ടോ. ഏതാ ടീം എന്താ അങ്ങനെയൊന്നും അറിയില്ല, എന്തായാലും പരിപാടി നിന്ന് കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളുടെ സുബിയേട്ടൻ ഉണ്ടായിരുന്നു, വല്യച്ഛൻ്റെ മോനാണ് കേട്ടോ നമ്മളൊരേട്ടൻ. അപ്പോൾ ആളേനെയും കണ്ടു. അവരെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ചിന്നും കുഞ്ഞുമോളും കൂടിയിട്ട് വരുന്നത്. അപ്പോൾ അവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കേണ്ടപ്പോൾ ചിന്നും മുഖം പൊത്തിയതാട്ടോ. അപ്പോൾ ഓക്കെ.